ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മളെ കാശ്മീർ ട്രിപ്പിന് ശേഷം ഒരു വ്ളോഗും കൂടി നമ്മളെ ചാനലിലോട്ട് വരികയാണ്. അതായത് ഗുണ്ടൽപേട്ടിലൊരു ഹിഡൻ എന്നൊക്കെ പറയാം. അങ്ങനെ ആരും ഇതുവരെ സംസാരിക്കണോ അതിനെക്കുറിച്ച് പറയുന്നതോ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അപ്പം നമുക്കതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അപ്പം ഞങ്ങളിത് ഇപ്പം വയനാട് ക്രോസ് ചെയ്ത് നമ്മൾ മുത്തങ്ങ കാട്ടിലാണ്, കേരള ബോർഡറിലാണ്. ഇവിടുന്ന് ഇനി ഫ്യൂ കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗുണ്ടൽപേട്ടെത്തും. നമുക്ക് നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. നമ്മൾ മുത്തങ്ങ കാടൊക്കെ കയറി ഇറങ്ങി ഗുണ്ടൽപേട്ടെത്തി. നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമ്മളെത്തി. ഇതാണ് നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ, ട്രംബകേശ്വർ ടെമ്പിൾ. ഓൾമോസ്റ്റ് AD 1250 1350 ഇടയിൽ സ്ഥാപിച്ചൊരു ടെമ്പിളത്. കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, നമുക്ക് ബാക്കി കാണാം. ഈ ടെമ്പിൾ ഓപ്പൺ ആവുന്നത് 10:30-ക്കാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയപ്പം ഓൾമോസ്റ്റ് 8:30. പക്ഷേ ഇവിടെ ആ കാണുന്ന അവിടെ താമസിക്കുന്ന അവിടെ ഒരു പാട്ടിയൊക്കെ ഉണ്ട്. ആ പാട്ടിയൊക്കെ ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ വെച്ചാൽ ഗുണ്ടൽപേട്ടിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഈ ടെമ്പിൾ വരുന്നത്. ഞാൻ അത് ശ്രദ്ധിച്ചിന്, ഇവിടെ ആരും അങ്ങനെ വന്നതും ഇവിടെ ഇങ്ങനത്തെ ഇതിൻ്റെ വീഡിയോസും ഞാൻ അധികം കണ്ടിട്ടില്ല, ആരും ചെയ്തതൊന്നും. പക്ഷേ നിങ്ങളൊന്ന് ഇനി ഇൻകേസ് ഗുണ്ടൽപേട്ട് വരുന്നവർ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഗുണ്ടൽപേട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല, 3 കിലോമീറ്ററിൻ്റെ ഉള്ളിക്കേ ഉള്ളൂ. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ട്. പക്ഷേ 10:30-ക്ക് ശേഷം വരും, അപ്പോഴാണ് ഇവിടെ ഓപ്പൺ ആവുക. അന്യൂർ ചെന്നയ്യനപുര എന്ന് പറഞ്ഞിട്ട് 2 ദേശക്കാരുണ്ട്. ആ 2 ദേശക്കാരെ വരുമാനം വെച്ചിട്ടാണ് ഈ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ചോളരാജാക്കന്മാരാണ് നിർമ്മിച്ചതെന്നും പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഗുണ്ടൽപേട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഈ സ്പോട്ടൊന്ന് മിസ് ചെയ്യണ്ട. എല്ലാവരും ഗുണ്ടൽപേട്ട് വന്ന് നമ്മളെ സൂര്യകാന്തി പൂവും അതൊക്കെ കണ്ടുപോകാതെ ഇങ്ങനത്തെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാത്ത കുറച്ച് സ്ഥലങ്ങൾ നിങ്ങൾ ബാക്കി വെക്കരുത്. ഈ ടെമ്പിളിൽ നമ്മൾ ഇറങ്ങുകയാണ്. കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ടെമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഗുണ്ടൽപേട്ട് ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. കാരണം ആരും ഇതുവരെ ഇവിടെ വന്ന് ഇത് കണ്ടതോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തതോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് വന്ന് നോക്കുക, അടിപൊളി പ്ലേസാണ്. അങ്ങോട്ടുള്ള വഴി നല്ല രസം കേട്ടോ, അടിപൊളി വഴിയാണ്. അതായത് ഗുണ്ടൽപേട്ട് നല്ല ഉള്ളിലായതുകൊണ്ട് റോഡൊന്നുമില്ല, നമ്മൾ പക്ക ഓഫ് റോഡായിട്ട് നല്ല രസമാണ്. 2 സൈഡ് പാടം ഇതൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴി നല്ല രസമാണ്. പോവാ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. നല്ല രസമല്ലേ ഗൈസ്, ഈ വഴി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കണ്ടോ, അവിടെ നിന്ന് തുടങ്ങി അവിടെ വരെ മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ ആളില്ല. അവിടെ സ്ട്രെയിറ്റ് റോഡ്. ഇപ്പോൾ ഏകദേശം നമ്മൾ 12 കിലോമീറ്റർ ഞങ്ങൾ ഈ റോഡിൽ കൂടെ പോന്നുകൊണ്ടിരിക്കുക, ആരുമില്ല. ഈ വഴി എങ്ങനെയുണ്ട്, അടിപൊളിയായില്ലേ? ഒരു അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിലും പൊളിച്ച്. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല രസമാട്ടോ, ഞാൻ കാണിച്ചുതരാം. അങ്ങോട്ട് കണ്ടോ, എത്ര കിലോമീറ്ററോളം അങ്ങോട്ട് നമുക്ക് വ്യൂ കിട്ടുന്നുണ്ട് അറിയോ. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഈ ഫ്രെയിം നോക്ക്, നല്ല രസമില്ലേ? ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രി. ഈ എൻട്രി എന്നുള്ള വ്യൂ അടിപൊളിയില്ലേ, നല്ല രസമില്ലേ അങ്ങോട്ടുള്ള വ്യൂ. ഇതാണ് ടെമ്പിള്. ഇതിൻ്റെ നെയിം എന്താ വെച്ചാൽ ശ്രീ ഹോളിഗിന വെങ്കടരാമണ സ്വാമി ടെമ്പിളാണ്. അപ്പം ഗൂഗിൾ മാപ്പിലുണ്ടാവും, ഞാൻ കമൻറ്റിൽ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. ഇവിടെ വരുന്നവർ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. 2005-ലാണ് ഇങ്ങനത്തെ ഒരു ടെമ്പിൾ ഇവിടെ സ്ഥാപിച്ചത്. എന്തായാലും അമ്പലം അടിപൊളിയാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുന്ന് അറിയും. ഇത് കണ്ടോ നിങ്ങൾ, ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ രക്ഷയില്ല. ടെമ്പിളിൻ്റെ ഉള്ളിലൊന്ന് കയറി ഇറങ്ങി, അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡല്ല. അപ്പം വരുന്നവരൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ടെമ്പിൾ.
ഏറ്റവും അടിപൊളി ഞാൻ പറഞ്ഞല്ലോ ഈ ആംബിയൻസ് ആണ് ഏറ്റവും അടിപൊളി. ഈ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് വന്നതിൽ ഏറ്റവും ഇഷ്ടം. പക്ഷേ വെയിൽ നല്ല ചൂടുണ്ട്. അപ്പം വരുന്നവരെ മിസ് ഔട്ട് ചെയ്യേണ്ട, ഒന്ന് വന്ന് നോക്കുക. ടെമ്പിളിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഗുണ്ടൽപേട്ടിൽ എല്ലാവരും വന്നു കഴിഞ്ഞാലും പോകുന്നൊരു സ്ഥലം ഗോപാലസ്വാമി ഹിൽസ്. അപ്പോൾ നമ്മളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഗോപാലസ്വാമി ഹിൽസിലോട്ട് പോവാണ്. വെയിൽ ഒരു രക്ഷയില്ല, നല്ല വെയിലാണ്. അപ്പം എന്തായാലും എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം, നിങ്ങൾ വരുമ്പം ഇവിടെ ഗുണ്ടൽപേട്ട് വന്നു കഴിഞ്ഞാൽ പൂക്കൾ കണ്ട് നേരെ തിരിച്ച് നാട്ടിലോട്ട് പോകുന്ന ഒരു രീതി അല്ലാതെ ഇതേപോലത്തെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ഇതേപോലത്തെ കാഴ്ചകൾ ഇനിയും ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങളത് എക്സ്പ്ലോർ ചെയ്യുക. ഗുണ്ടൽപേട്ട് വന്ന് ജസ്റ്റ് പൂക്കൾ കണ്ട് അല്ലെങ്കിൽ ഗോപാലസ്വാമി ഹിൽസ് എല്ലാവർക്കും പറയുന്നോണ്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് അതേപോലെ തിരിച്ചു പോകാതെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാത്ത ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടെ നിന്ന് 40 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നമ്മൾ ഗോപാലസ്വാമി ഹിൽസിൻ്റെ ടെമ്പിളിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തി. ഇനി നമുക്ക് ബസ് കയറി പോകണം. നല്ല ക്യൂ ആണ്. നമ്മൾ ഗോപാലസ്വാമി ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെത്തി. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതാണ് ഗോപാലസ്വാമി ഹിൽസ്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, നിങ്ങൾ വിസിറ്റ് ചെയ്തിരിക്കും എന്നുള്ളത് എനിക്കറിയാം. ഇനി വരാത്തവർ മിസ് ഔട്ട് ചെയ്യേണ്ട, എന്തായാലും വരിക, വിസിറ്റ് ചെയ്യുക. എൻ്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനിൽ ഒരു ഡെസ്റ്റിനേഷനാണ് അത്. അത്രയും അടിപൊളിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ വ്യൂ ആണ് ഏറ്റവും അടിപൊളി. ഒരു 360 വ്യൂ ആണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് എല്ലാരും ഇത് ടവല് കെട്ടിച്ചിരിക്കുന്നു. അറിയില്ല, ഒന്നും മനസ്സിലാവണില്ല. വളണ്ട്, ടവലും ഉണ്ട്. തിരിച്ച് നമുക്ക് താഴോട്ട് പോവാം. ബസ്സിൽ കയറിയിട്ട് താഴോട്ട് പോവാം, എന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോവാൻ. അങ്ങനെ നമ്മൾ മുത്തങ്ങയൊക്കെ കയറി തിരിച്ച് നമ്മൾ വയനാടെത്തിയിട്ട് ഫുഡ് കഴിക്കാൻ കയറി. ഇനി ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഓവറോൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ അഭിപ്രായം പറയാം. ഡെസ്റ്റിനേഷൻ യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഗുണ്ടൽപേട്ട് പോവുകയാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. അഭിപ്രായങ്ങളും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം വീണ്ടും. ഓക്കെ, ബൈ.